ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഈ ഒരു കാണുന്ന ലീഫ് ഉണ്ടല്ലോ, ഇത് അറേബ്യയിൽ ഉപയോഗിക്കുന്ന, ഗൾഫ് നാടുകളിൽ ഉപയോഗിക്കുന്ന ഒരു ലീഫാണ് കേട്ടോ. മുലൂക്കിയ എന്നുണ്ടോ ഇതിൻ്റെ പേര്. എൻ്റെ ഉപ്പ കൊണ്ടുവന്ന വിത്ത് പാകിയിട്ട് ഇപ്പം നാട്ടിൽ മുളപ്പിച്ചാണ് കേട്ടോ അത്. അപ്പം ഇത് നമ്മൾ ഇന്നാണ് കേട്ടോ ഇതുകൊണ്ട് നമ്മൾ ഡിഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ തണ്ടും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ലീഫ് മാത്രം പറിച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അവിടെ എന്താ പറയുക, ഓൾമോസ്റ്റ് എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇഷ്ടപ്പെടുന്നതല്ല ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും ഇങ്ങോട്ട് ഫുള്ള് ലീഫും ഒക്കെ പറിച്ചെടുത്തു. ഉണ്ടാക്കാൻ ഒരു മെനക്കേടും ഇല്ല കേട്ടോ. അപ്പം ഇതിങ്ങനെ ഫുള്ള് ഇതിൻ്റെ ലീഫ് പറിച്ചെടുക്കലാണ് വലിയ പാട്. അപ്പോൾ ഇത് കുറേ സമയം മെനക്കെട്ട് അതിൻ്റെ ലീഫൊക്കെ പറിച്ചെടുത്തു. ഏതായാലും ഇത് കഴിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു സംഭവം അറബി നാട്ടിലൊക്കെ പോയപ്പോൾ കഴിച്ചവരുണ്ടാവുമല്ലോ, അവരൊന്നും കമൻറ്റ് ഇടുക കേട്ടോ. പിന്നെ ഇത് എന്താണ് പറയുക, ഇത് വിത്ത് കൊണ്ടൊന്ന് പാകിയിട്ടാൽ നല്ലോണം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ യാതൊരു വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഉപയോഗിക്കാതെ ചെടിച്ചട്ടിയിൽ പാകിയിട്ടാണ് ഇതേപോലെ വളർത്തിയിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് കെമിക്കൽസും വളങ്ങളൊന്നും ചേർക്കാതെ കേട്ടോ, സാധാരണ രീതിയിലുള്ള വളപ്രയോഗം മാത്രം നടത്തിയിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇലക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ കണ്ട ഒരു മീശ പോലെ ഉണ്ട് ആ ലീഫിന്മേൽ. ഇത് എന്നിട്ട് ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ് കേട്ടോ. ഇതേപോലത്തെ കുറച്ച് ചിക്കനും കൂടെ വേണം. ഇതുപോലെ കുറച്ച് ചിക്കൻ നമ്മളെ വീട്ടിലുള്ള ആൾക്കാർക്കനുസരിച്ച് കുറച്ച് ചിക്കൻ, അത് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ കേക്ക് വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കറിലാണ് കേട്ടോ ഇതിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കേക്ക് വെച്ച ചിക്കനൊക്കെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അടുപ്പത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞങ്ങളത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് ചെയ്യുന്നത്. ഇതിലേക്ക് പിന്നെ 2 വലിയ ഉള്ളിയാണ് കേട്ടോ വേണ്ടത്. 2 വലിയ ഉള്ളി നമ്മൾ നല്ലപോലെ ക്ലീനാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു കുടം വെളുത്തുള്ളി, ഒരു മുളക്, ഒറ്റ മുളക്. ആ മുളക് നല്ല സ്ട്രോങ് ഉള്ളതിനെ കൊണ്ടാണ് ഒരു മുളകാക്കിയത് കേട്ടോ. എന്നിട്ട് ഈ കുക്കറിലേക്ക് നമ്മളത് ഇതിലേക്ക് തന്നെ ഈ ഒരു ഉള്ളി അരിഞ്ഞിട്ടിടുക. ഇതേപോലെ അമ്മയാണ് ചെയ്യണത്. ഈ ഒരു ബോർഡുമ്പോൾ തന്നെ അങ്ങനെ അരിഞ്ഞിടായിട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ 2 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ, കുഴപ്പമില്ല. ഞങ്ങൾ ഈ രീതിക്കാണ് വെച്ചത്. വേറെ രീതിക്ക് ഇപ്പോൾ പറഞ്ഞ രീതിക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കലെന്ന് പറഞ്ഞപ്പോൾ ആ രീതിക്കാണ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഉണ്ടോ ഇതേപോലെ ഒരു വെളുത്തുള്ളി, ഈ വെളുത്തുള്ളി കംപ്ലീറ്റ് അതിലേക്ക് ഇതേപോലെ ക്ലീനാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നമ്മൾ അരച്ച് വേവിക്കുക ചെയ്തിട്ടോ. പിന്നെ ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്തല്ല ഇട്ടത്, കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇട്ടത് കേട്ടോ. കല്ലുപ്പാണ് നമ്മളിതിലേക്ക് ഇട്ടിട്ടുള്ളത്. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല കുറച്ച് ചേർത്തിട്ട് ഈ സമയത്തിന് ചേർക്കായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഞങ്ങൾ അത് വെന്ത ശേഷമാണ് ചേർത്തിട്ടുള്ളത്, മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ സ്റ്റോക്കും ലാസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ വേവാനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടോ നല്ലോണം ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിയും ഈ ചിക്കനും കൂടെ. അങ്ങനെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇല ഇനിയും നുള്ളി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ, അത് മുഴുവനായിട്ടില്ല. അതിന് മുന്നേ തന്നെ അത് ഗ്യാസിന്മേൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നാക്കി വെച്ചിട്ടുള്ള ഈ ലീഫ് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുകയാണ് കേട്ടോ. നല്ലോണം വാഷ് ചെയ്യുന്നുണ്ട്, കാരണം ലീഫ് അതിനെക്കൊണ്ട് തന്നെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും എമ്മിൽ. അപ്പോൾ അത് ചളിയുണ്ട് വെള്ളത്തിൽ, നല്ലോണം കഴുകി വാരി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ചുറ്റുപാടും പൊടിയും മണ്ണൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പാറുമല്ലോ, അതുകൊണ്ടാണ്. പൊടി പാറുന്ന ഒരു സമയം കൂടെയാണല്ലോ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് പിന്നെ ഇത് മിക്സിയിൽ ജ്യൂസ് ജാറിലിട്ടാണ് കേട്ടോ ഞങ്ങൾ അരച്ചെടുക്കുന്നത്. അങ്ങനെ ഫുള്ളും ഇതേപോലെ കുറേശ്ശെ അരച്ചെടുത്തു. നമ്മൾ തിന്നുമ്പോൾ നമുക്ക് ചീരൻ്റെ ഇതില്ലേ, താളിച്ചേൻ്റെ ചെറിയ ചൊയ വരും കേട്ടോ. പിന്നെന്ന് പറയുന്നത് ചിക്കൻ കടിക്കുമ്പോൾ ചിക്കൻ മസാലേൻ്റെ ചൊയം വരും. അപ്പോൾ ഇതേപോലെ മിക്സിയിൽ ഫുള്ളായിട്ട് അരച്ചെടുത്തു കേട്ടോ. അത്ര മിക്സിയിൽ അരച്ചെടുക്കൽ വലിയൊരു ഈസി ഒന്നും ആയിരുന്നില്ല കേട്ടോ. നമ്മൾ ഒന്നായിട്ട് കുറേ ലീഫ് ഉള്ളതുകൊണ്ട് ഒന്നായിട്ട് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുറേശ്ശെ ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ വെളുത്തുള്ളിയും ആ മുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണില്ലേ, ആ കളറാണ് അതിന് ശരിക്കും കറിക്കുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു കറിയിലേക്ക് ഈ അരച്ച ഫുള്ള് ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടോ. ഉണ്ടാക്കാൻ നല്ല എളുപ്പമുണ്ട്. ഈ ഒരു ഇല നുള്ളുന്നത് വെച്ചാൽ
ഇതാണ് കേട്ടോ എൻ്റെ ഫാദർ. ഇപ്പം അതിന് മെയിനായിട്ടുള്ള ആൾ. ചിക്കൻ മാഗി സ്റ്റോക്കും ഈ സമയത്ത് അതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓല് ഗൾഫിലാണ് പണി, അപ്പോൾ ഓല അവിടുന്ന് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. ഇപ്പൊക്ക് ഭയങ്കര ഇതായിട്ടോ. വല്യപ്പ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ വല്യപ്പൻ്റെ കുറച്ച് കഥകളൊക്കെ കേൾക്കണം എന്നുണ്ട്. വല്യപ്പനത്ത് കുറേ പഴയ കഥകളുണ്ട്. അതൊക്കെ ഒരു ദിവസം ഞാൻ വീഡിയോ എടുത്തിട്ട് ഇടുന്നതായിരിക്കും ഇൻഷാ അള്ളാ. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഗരം മസാല ഇട്ടത്. നമ്മൾ നേരത്തെ ഇടാൻ വിട്ടുപോയിട്ടോ. കാരണം അത് ഒന്ന് നിർത്താതെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കാരണം അടിയിൽ പിടിക്കുക ഒരു കൊഴുപ്പ് ഫീലാണ് കേട്ടോ ഇതിനുള്ളത്. ഇതൊക്കെയല്ലേ വെണ്ട, അതിൻ്റെ ഒക്കെ ഒരു ഇങ്ങനെ നല്ല കൊഴുപ്പുണ്ട്. ഇല കാണുമ്പോൾ കൊഴുപ്പ് നമുക്ക് തോന്നുന്നില്ലെങ്കിലും ചില കൊഴുപ്പുണ്ട്. അരച്ച് വരുമ്പോൾ ഒരു കൊഴുപ്പുണ്ട്. ഇപ്പൊക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. ഇത് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് തന്നെ തിന്നാനുള്ള ഇൻട്രസ്റ്റ് ആണ് എനിക്ക് സംശയം. ഒരു നല്ല തിന്നിട്ടുണ്ട്. ഇപ്പൻ്റെ അനിയനൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നല്ലോണം കഴിക്കാൻ നേരത്തുണ്ടായിരുന്നു. പക്ഷെ ഉണ്ടാക്കുമ്പോ ഇല്ല, കഴിക്കാൻ നേരത്തവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എളാപ്പ എന്താ ഈ ഉമ്മന്റെ വെല്ലിപ്പനെ കാണാൻ വന്നതേനി. പിന്നെ ഇത് റൊട്ടി. പിന്നെ ഇതിലേക്ക് റൊട്ടിയും കുബൂസാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു കുബൂസിന്റെ കൂടെ കൂട്ടാനാണ് രസം. കണ്ടോ ഇത് ഇങ്ങനെ ആയിട്ട് കുറച്ച് വറ്റി പിന്നെ ഇതേപോലെ ഈ രീതിക്ക് ആയിട്ടുണ്ട്. ഇപ്പം നല്ലോണം നേരത്തെ നോക്കുമ്പോൾ ഫുള്ളില്ലേ, ഇതിപ്പോൾ വറ്റി. അതിൻ്റെ പച്ചച്ചോ മാറുന്ന വരെ നമ്മളൊന്ന് വേവിച്ച് ഇത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ ബ്രദറാണ് ടേസ്റ്റ് നോക്കുന്നത്. ഓനക്കാണ് കൊടുക്കുന്നത് ടേസ്റ്റ് ചെയ്യാൻ. ഓൻ ഫേസ് കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഷോ കാണിക്കുക. അന്നേരം ഓരോ ഫേസ് കാണിച്ചിട്ടില്ല എന്തായാലും. അപ്പം എന്താണ് ടേസ്റ്റ് നോക്കണം, എന്താ റിയാക്ഷൻ നമുക്കൊന്ന് നോക്കാം എന്തായാലും. തൊള്ളപ്പൊള്ളാഞ്ഞാൽ മതി. ഫേസ് കാണിക്കാൻ സമ്മതിക്കണില്ല, വലിയ ഷോ ഇറക്കുന്നുണ്ട്. പിന്നെ ഇതാ മിയ ആണ് ടേസ്റ്റ് ചെയ്യാൻ പോണത്. മിയക്ക് പിന്നെ പ്രത്യേകിച്ച് ഡിമാൻഡും കാര്യങ്ങളൊന്നുമില്ല. മീഡിയം സൈസ് ടേസ്റ്റ്. പക്ഷെ ഇത് നമ്മൾ ഈ ഷവർമ്മയൊക്കെ നമുക്ക് കുറേ കാലം കഴിയുമ്പോഴാണല്ലോ ഇഷ്ടപ്പെട്ടത്. അതേപോലെ കഴിച്ച് റെഡിയായി വരുമ്പോൾ നമുക്കിത് ഇഷ്ടപ്പെടും. ഞാൻ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനെ കേട്ടോ. അനിയത്തിൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് രാത്രിയിലോളം കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ എല്ലാവരും ഭയങ്കര ഇപ്പം ഉണ്ടോ ഭയങ്കര ടേസ്റ്റ്. വല്യമ്മക്ക് ഇതെല്ലാം കണ്ടിട്ട് ഇതെന്ത് കൂട്ടാനാന്നൊക്കെ തോന്നുന്നുണ്ട് എനിക്ക്. വല്യമ്മേൻ്റെ ഫേസ് കണ്ടിട്ട്. വല്യമ്മ പ്രത്യേകിച്ച് അങ്ങനത്തെ സാധനങ്ങളൊന്നും വല്യമ്മ കഴിക്കൂല. വല്യമ്മ സാധാരണ ഓട്സും കാര്യങ്ങളൊക്കെ കഴിക്കലുള്ളൂ. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കും.